നമ്മളിന്ന് വായിക്കുന്നത് എബ്രായ ലേഖനം 8-ാം അധ്യായം. നമ്മൾ ഓരോ ദിവസവും തലേ ദിവസം ചിന്തിച്ചതായിട്ട് കണക്ട് ചെയ്തു അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഇടുന്ന കമന്റുകൾക്കോ അല്ലെങ്കിൽ ഇൻബോക്സിൽ ചോദിക്കുന്ന സംശയങ്ങൾക്കോ ഉള്ള റെസ്പോൺസ് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ദിവസം നമ്മൾ വാക്യമെടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു തുടർച്ച തോന്നാത്തത്. പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 8-ാം അധ്യായം 10, 11, 12 3 വാക്യങ്ങൾ വായിക്കാം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ പുതിയ ഉടമ്പടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ന്യൂ കവനന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കവനന്റ് അഥവാ അവസാനത്തെ ഉടമ്പടി. അപ്പൊ അവസാനത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തോട് ദൈവം പല ഉടമ്പടികൾ വെച്ചു. ആ ഉടമ്പടികളിലെ അവസാനത്തെ ഉടമ്പടി ലാസ്റ്റ് ടെസ്റ്റമെന്റ്. അപ്പൊ അവസാനത്തെ ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് കൊണ്ടുവന്ന ഉടമ്പടി. ആ ഉടമ്പടിയെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് എബ്രായ ലേഖന കർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അക്ഷരം കൊണ്ടുള്ള ഒരു ഉടമ്പടിയല്ലിത്. അതായത് ന്യായപ്രമാണം അക്ഷരമായിരുന്നു, കല്ലിൽ കൊത്തിയ ഉടമ്പടി. അപ്പൊ കല്ലിൽ കൊത്തിയ ഉടമ്പടി അല്ല പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് ഇവിടെ യാതൊന്നും ഇല്ല, അക്ഷരത്തിലല്ല. ഇവിടെ നമ്മൾ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 3-ാം അധ്യായം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നല്ലോ. അപ്പൊ അവിടെ പറയാണ് എഴുതിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ലോ അല്ല പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. പുതിയ ഉടമ്പടി ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അപ്പൊ നമ്മൾ അവിടെ 3-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ, എന്നാൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് പ്രോമിസ് നൽകിയത് ഒരു ബുക്കല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെയാണ്. അക്ഷരം കൊണ്ടായിരുന്നെങ്കിൽ കർത്താവിന് ആ 3.5 വർഷം തന്റെ ശിഷ്യന്മാരുടെ കൂടെ ചെലവഴിച്ചപ്പോൾ നല്ലൊരു പുസ്തകം എഴുതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വിതർക്കങ്ങൾക്ക് സന്ദർഭങ്ങൾ ഉണ്ടാകാതെ വളരെ വ്യക്തവും വളരെ കൃത്യവുമായി സകലതും നിർവചിച്ച് വിശദീകരണങ്ങളും അടിക്കുറിപ്പുകളും അനുബന്ധ കുറിപ്പുകളും കൊടുത്ത് നല്ലൊരു പുസ്തകം എഴുതി ശിഷ്യന്മാരെ ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പുസ്തകം കർത്താവ് എഴുതിയില്ല. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാകും എന്ന് പ്രവാചകന്മാർ പ്രവചിച്ചില്ല. എന്നാൽ പ്രവാചകനായ യിരെമ്യാവ് പ്രവചിക്കുകയാണ്, ഒരു നിയമം വരുന്നുണ്ട്. അതെന്തായിരിക്കും? ആ നിയമം ദൈവം എഴുതുന്ന നിയമമാണ്. ദൈവം എഴുതുന്ന നിയമമാണ്. ആ നിയമം ദൈവം എവിടെ എഴുതും? ദൈവം ഹൃദയങ്ങളിൽ എഴുതും. ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ. അപ്പൊ അവിടെ പറയാണ്, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ കൽപ്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. എന്നിട്ട് പറയാണ്, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന ശുശ്രൂഷയല്ല, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. പുതുനിയമത്തിന്റെ ശുശ്രൂഷ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. അത് ആത്മാവിന്റേതാണ്, അക്ഷരത്തിന്റേതല്ല. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം എബ്രായ ലേഖനം വായിക്കാൻ. ഇപ്പൊ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അവിടെ യിരെമ്യാ പ്രവാചകന്റെ പ്രവചനം ഉദ്ധരിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ആ അവസാനത്തെ നിയമം ഇങ്ങനെയാകും. ഇതിന് ശേഷം നോ മോർ കവനൻസ്, നോ ഫർദർ കവനൻസ്. ഈ കവനന്റ് സമഗ്രമാണ്, അന്തിമമാണ്. അപ്പം സമഗ്രവും സാർവത്രികവും അന്തിമവുമായ ഒരു കവനന്റ് ആണ് ക്രിസ്തുവിലൂടെ വന്നത്. ഇറ്റ് വാസ് യൂണിവേഴ്സൽ, ഓൾ ഇൻക്ലൂസീവ് ആൻഡ് ഫൈനൽ.
അപ്പൊ അവസാനത്തെ ഒരു കവനന്റ്. അപ്പൊ ആ കവനന്റ് പറയാണ്, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും, അടുത്ത പറയാണ്, ഇനി അവരിൽ ആരും, നിങ്ങൾക്ക് സംശയമുണ്ട്, എബ്രായ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യമാണ്. നിങ്ങളൊക്കെ ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കുക, നോക്കുക. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ സെയിൽ ഓഫ് ഗോസ്പൽ. ഇപ്പൊ ഈ ഡോർ ടു ഡോർ സെയിലിന്റെ ആവശ്യം വരുന്നില്ലെന്നാണ് പറയുന്നത്. പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത അവിടെ പറയാണ്, ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ദൈവത്തെ അറിയുക എന്ന തരത്തിൽ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദോസ് പീപ്പിൾ ആർ നോട്ട് അണ്ടർ ദ ന്യൂ കവനന്റ്. ഒരു പുതിയ ഉടമ്പടിയുടെ കീഴിലല്ല. പുതിയ ഉടമ്പടിയുടെ കീഴിൽ വരുന്ന ഒരാൾക്ക് അപ്പുറത്തുള്ള ഒരാളോട് ചെന്ന് നീ എന്റെ ദൈവത്തെ അറിയണം എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. അങ്ങനെ ഉപദേശിക്കത്തില്ല. ഞാൻ പറയുന്നതല്ല, തിരുവെഴുത്ത് അങ്ങനെയാണ് വായിക്കുന്നത്. ഒരാളോട് എന്നിട്ട് പറയുകയാണ് നീ എന്റെ ദൈവത്തെ അറിയുക. അവരെല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാണ്. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, റോമാലേഖനത്തിൽ. നമ്മൾ റോമാലേഖനം എടുത്താല് റോമാലേഖനം 2-ാം അധ്യായം എടുത്താൽ 14-ാമത്തെ വാക്യം, റോമാലേഖനം 2:14, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്കു തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. ഇപ്പൊ എവിടെ എഴുതിയിരിക്കുന്നേ? ഹലോ, എബ്രായ ലേഖനം 8-ലെ വാഗ്ദാനം വിശ്വാസികൾക്കുള്ളതാണെന്ന് എനിക്കിവിടെ മെസ്സേജിൽ ഒരാൾ അയച്ചു. റോമാലേഖനം പറയുകയാണ്, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാൻ, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ, നിങ്ങള് ദൈവവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ അകറ്റി നിർത്തുകയോ വിമർശിക്കുകയോ വിധിക്കുകയോ നരകത്തിന്റെ വിറകുകൊള്ളികൾ എന്ന് കരുതുകയോ ഒക്കെ ചെയ്യുന്ന ജാതികൾ, അങ്ങനെ ദൈവവുമായിട്ട് ബന്ധമില്ല എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കരുതുന്ന ആളുകൾ, അവരിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ പ്രവൃത്തി, ഒരു കരുണയുടെ പ്രവൃത്തി, ഒരു മനസ്സലിവിന്റെ വാക്ക് അവരിൽ നിന്ന് വരുന്നെങ്കിൽ അത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിന്റെ ബഹിർസ്ഫുരണമാണ് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയും പ്രതിപാദിച്ചുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പൊ ദൈവമായ കർത്താവിന്റെ പുതിയ ഉടമ്പടി, ആ പുതിയ ഉടമ്പടിയുടെ പ്രമാണം, ആ പ്രമാണം ദൈവം ഹൃദയങ്ങളിൽ എഴുതി എന്ന് പറഞ്ഞാൽ അത് സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ എഴുതി. സകല മനുഷ്യരുടെയും. ദാറ്റ് ഈസ് ന്യൂ കവനന്റ്. അതാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടി എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ എഴുതി. ഇപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയത് ഇതാണ്, ഇന്ത്യയിലാണ്ട് ഗ്രാമങ്ങളുണ്ടെന്നും അവിടെ എല്ലാം സുവിശേഷം അറിയിക്കണമെന്നും അതിന് പണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു ഇന്ത്യയുടെ പടവും ഒക്കെ വെച്ചൊരു സാധനം വന്നിരിക്കാം. അത് മതപ്രചരണമാണ്. ദാറ്റ് ഈസ് നോട്ട് ഗോസ്പൽ. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ചാണ്. ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാന ആചാര്യൻ നമ്മുടെ കർത്താവാണ്, ദൈവമാണ്. ദൈവം ഭൂമിയെ വിളിക്കുകയാണ്. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം വിളിക്കുന്നു. ദൈവം ഭൂമിയെ വിളിക്കുന്നു. എങ്ങനെയാ ദൈവം ഭൂമിയെ വിളിക്കുന്നത്? വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനില്ല. ഭൂതലത്തിൽ എല്ലായിടത്തും അതിന്റെ അളവുനൂൽ ചെന്നെത്തുന്നു. ദൈവത്തിന്റെ മഹത്വം ആകാശം വർണ്ണിക്കുന്നു. ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവം ഭൂമിയെ വിളിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സാർവത്രിക ഇടപെടലുകളെ കുറിച്ചാണ് ബൈബിൾ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സാർവത്രിക ഇടപെടലുകൾ. ദൈവം സകല മനുഷ്യരോടും ഇടപെടുന്നു. ദൈവം എല്ലാ മനുഷ്യരോടും ഇടപെടുന്നു.
പുതിയ ഉടമ്പടി വന്നപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പ്രമാണം ദൈവം എഴുതിയിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവം തന്റെ പ്രമാണം എഴുതിയിരിക്കുന്നു. അതാണ് നമ്മൾ എബ്രായ ലേഖനം 8 വായിച്ചത്. അതുകൊണ്ട് ആരും തന്റെ സഹോദരനെ, തന്റെ കൂട്ടുകാരനെ ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. ഇപ്പൊ ഏറ്റവും പ്രമുഖരായ ആളുകൾ തുടങ്ങി ഏറ്റവും താണ ആളുകൾ വരെ സകലവരും, അതാണ് നമ്മൾ ഫ്രം ലീസ്റ്റ് ടു ദ ഹയസ്റ്റ് ആണ്. അത് നമ്മൾ നമ്മുടെ ബൈബിളിൽ കിടക്കുമ്പോൾ ആബാലവൃദ്ധം എന്ന് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ചെറിയവൻ മുതൽ എല്ലാ തരത്തിലും വലിയവൻ വരെ ആരും അതിൽ നിന്ന് ഒഴിവില്ല. പ്രായം കൊണ്ടോ പദവി കൊണ്ടോ പണം കൊണ്ടോ അറിവ് കൊണ്ടോ ബർബരനാകട്ടെ ജ്ഞാനിയാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, അവരെല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദൈവം തന്റെ പ്രമാണം എഴുതി കഴിഞ്ഞു. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം അങ്ങനെ തന്റെ ന്യായപ്രമാണം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതിനാൽ ആരും തന്റെ കൂട്ടുകാരനോട് ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. ഇതൊരു പാപബോധത്തിൽ നിന്നല്ല ഈ പുതിയ ഉടമ്പടി ചലിക്കുന്നത്. കാരണം അവിടെ പറയാണ്, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ഓർത്തു വെച്ചിരിക്കുകയാണെന്നും ഒരു ദിവസം വരുന്നുണ്ട്, ആ ദിവസം ദൈവം ആ പാപങ്ങളുടെ എല്ലാം പട്ടിക വായിച്ച് ആ പാപങ്ങൾക്കനുസരിച്ച് ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് ചെറിയ തീയ്, ഇടത്തരം തീയ്, കൊടും തീച്ചൂള, അങ്ങനെ പല 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 സെക്ഷനുകളിലേക്ക് ഇടുവെന്നും ഒക്കെയാണ് മതം പ്രസംഗിക്കുന്നത്, മതം പ്രചരിപ്പിക്കുന്നത്, മതം പഠിപ്പിക്കുന്നത്, മതത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ വിശ്വസിക്കുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്നത്, ഞാൻ അവരുടെ പാപങ്ങൾ ഓർക്കുകയും. സ്നേഹം, ദൈവം സ്നേഹമാകുന്നു. 1 കൊരിന്ത്യർ 13 അധ്യായമാണ് സ്നേഹത്തിന്റെ അധ്യായം. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതി വരുമ്പോൾ അവിടെ പറയുന്നത്, ലവ് നെവർ കീപ്സ് ആൻ അക്കൗണ്ട് ഓഫ് റോങ്സ്. സ്നേഹം അകൃത്യങ്ങൾ കണക്കിടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ രേഖ സൂക്ഷിക്കുന്നില്ല. സ്നേഹം ഒരിക്കലും ഒരു ലവ് നെവർ കീപ്സ് ആൻ അക്കൗണ്ട് ഓഫ് റോങ്സ്. അപ്പൊ അങ്ങനെ ദൈവം ഒരു അക്കൗണ്ടിനെ സൂക്ഷിക്കുന്നില്ല. അപ്പൊ ക്രിസ്തുവാണ് നമ്മുടെ പുതിയ ഉടമ്പടി. ദൈവത്തിന്റെ കരുണാധിക്യത്താൽ ആ ക്രിസ്തുവിലൂടെ നമ്മൾക്ക് നമ്മുടെ നിഷ്കളങ്കതയെ വീണ്ടെടുത്ത് തരികയാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ നമ്മുടെ നിഷ്കളങ്കതയുടെ വീണ്ടെടുപ്പാണ് നടക്കുന്നത്. ദ റിഡംഷൻ ഓഫ് അവർ ഇന്നസെൻസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൽ നമ്മുടെ ഇന്നസെൻസിന്റെ റിഡംഷൻ, ഈ ഇന്നസെൻസ് എവിടെ ഉണ്ടായിരുന്ന, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ലോകവീഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരുന്നു. അപ്പൊ ലോകവീഴ്ചയ്ക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയെ ക്രിസ്തുവിൽ റിഡീം ചെയ്തു.